കല്യാണം കഴിഞ്ഞ് വിരലിലുണ്ടാവുന്ന റെസിപ്പീസ് ചെയ്ത് പഠിച്ചും ബാക്കി മനപ്പാഠമാക്കിയും പിന്നെ യൂട്യൂബിനെ അന്ധമായിട്ട് വിശ്വസിച്ചും ഞാൻ സനീഷാൻ്റെ കൂടെ ചെന്നൈക്ക് വണ്ടി കയറി. മീൻകറിയായിരുന്നു ഒരു കോൺഫിഡൻസ്. നമ്മൾ മലയാളികൾക്ക് മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ അത് മതിയല്ലോ. പക്ഷേ ഒന്നും വിചാരിച്ച പോലെ ആയില്ല. അവിടെ മീൻ കിട്ടണമെങ്കിൽ ബസ് വരെ കയറി പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടി. മീനിൻ്റെ വില കേട്ടപ്പോൾ ശരിക്കും ഞെട്ടി. അങ്ങനെ സനീഷാനാണ് എന്നെ ചിക്കൻ കറി വെക്കാൻ പഠിപ്പിക്കുന്നത്. ആ ചിക്കൻ കറി കഴിച്ചപ്പം ഞാൻ വീണ്ടും ഞെട്ടി. അതെന്താണെന്നല്ലേ, ആൾക്ക് കുക്കിംഗ് അറിയാം. ഇനി ഞാൻ നന്നേ പാടുപെടേണ്ടി വരുമെന്ന് എനിക്ക് അന്നേ മനസ്സിലായി. ഓപ്പോസിറ്റ് എനിക്കൊന്നും അറിയത്തില്ലെന്ന് മനസ്സിലായി സനീഷാൻ ഓൾറെഡി ഞെട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ എവിടെ അവസാനിക്കാൻ? ഇപ്പോൾ ദാ മോൻ്റെ കുരുത്തക്കേട് കണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഞെട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ ഒരു തുടർക്കഥയാണത്രേ. ഇപ്പോൾ എനിക്ക് നന്നായി ഉണ്ടാക്കാൻ അറിയാവുന്ന വിഭവങ്ങളിലൊന്നാണ് ചിക്കൻ കറി. എത്ര തിരക്കിട്ട് ചെയ്താലും അധികം പരാതികളൊന്നും വരാതെ അത്യാവശ്യം ഭംഗിയായി ഞാൻ ചെയ്ത് തീർക്കാറുണ്ട്. ഇതിലിപ്പം സ്പെഷ്യലായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് റെസിപ്പി ഒന്നും പറയാതിരുന്നത്. കഥ പറയുന്നതിനിടയിൽ പെട്ടെന്ന് നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, സ്നേഹത്തോടെ വിളമ്പണം, സന്തോഷത്തോടെ കഴിക്കണം.